സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 8 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ഈ മാസം 27 വരെയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, രാവിലെ തൊട്ട് അവിടെ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ കോഴിക്കോടും രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഓണം മഴയിൽ മുങ്ങുമോ വിജിൻ? എന്താണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്? ഇത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഓണത്തിനും മഴയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. 27-ാം തീയതി വരെ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അത് ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകുന്നു, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമാകുന്നു. അതാണ് കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കാനുള്ള കാരണം എന്നും നിലവിൽ എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. ഉത്രാടിപ്പാച്ചിലൊക്കെ മഴയിലാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക. പക്ഷേ എന്ത് മഴയുണ്ടായാലും മലയാളി ഓണത്തെ എന്തായാലും ഒഴിവാക്കില്ല. അതേ ആഘോഷം എല്ലാ ഒരു ആഘോഷത്തിൽ തന്നെ അത് ആഘോഷിക്കുകയും ചെയ്യും. എല്ലാ തരത്തിൽ ഉള്ള കാര്യങ്ങളും നടത്തിയായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും നിലവിലിപ്പോൾ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനപ്പുറമുള്ള മുന്നറിയിപ്പുകളിലേക്ക് പോയിട്ടില്ല. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് രാവിലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് എത്തുമ്പോഴൊക്കെ ശക്തമായ മഴയായിരുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ എനിക്കിപ്പോൾ കുട പോലും ചൂടാതെ നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നേരിയ രീതിയിൽ വെയിൽ ഇങ്ങനെ അരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു ആശ്വാസം നൽകുന്ന കാഴ്ചയാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ ഒരു വെയിലത്ത് ശക്തമായ വെയിലും ചൂടുമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നു, ഇരുട്ടിലേക്ക് പോകുന്നു, പെട്ടെന്ന് മഴ തമിർത്ത് പെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നേരിയ രീതിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വെയിൽ ചെറുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകും എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മഴ നമുക്കറിയാം ഒരു പ്രളയ സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പത്തനംതിട്ടയിലും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ഈ മുന്നറിയിപ്പുള്ള ജില്ലകളിലെല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദിവ്യ.